ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യം വന്നിട്ട് മഹേഷിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിങ്ങനെ സംസാരിക്കുകയാണ്. ദേ, നിങ്ങളുടെ ഭാര്യയില്ലേ, രണ്ടാം ഭാര്യ, എൻ്റെ അമ്മ എന്തിനാണ് തള്ളിയിട്ടത്? രചനയെ ഇഷിത തള്ളിയിട്ടെന്നോ? അതേ, തള്ളിയിട്ടു, ഞാനത് കണ്ടതാ. നിങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ദേ, നിങ്ങളുടെ ഭാര്യയുടെ അഹങ്കാരമൊന്നും എൻ്റെ അമ്മയുടെ നെഞ്ച് തീർക്കണമെന്ന് പറഞ്ഞു തരും. ദേ, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ അവളും തമ്മിൽ അങ്ങനെ യാതൊരു ബന്ധമൊന്നും ഇല്ലെന്നേ. എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കരുത്. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും. എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? അതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആദി, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ആദ്യം പിന്നെ പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയെ നിലക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ അവരെ ഉണ്ടല്ലോ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് യാദി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ദേ വരുന്ന ഇഷിത. അപ്പോൾ ഇഷിതയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആകെ കലി വന്ന് നിൽക്കുക. ഇഷിത ചോദിക്കുകയാണ്, മഹേഷേ, ചിപ്പി എവിടെയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീയും ചിപ്പി എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അല്ല, അതിന് ഞാൻ മഹേഷ് പറഞ്ഞിട്ടല്ലല്ലോ വന്നത്. ഞാൻ എൻ്റെ അനിയത്തിയുടെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി വന്നല്ലേ. മഹേഷിന് ഞങ്ങളെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ചിപ്പിയെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനുള്ള ഉത്തരം താൻ പറഞ്ഞാൽ മാത്രം മതി. എന്തിനാ മഹേഷേ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ഷൗട്ട് ചെയ്യുന്നത് ഞാൻ സഹിക്കില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഓഹോ, തനിക്കിഷ്ടമില്ലാത്ത കാര്യം? എൻ്റെ മകളെയും കുട്ടി ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് താൻ അനുസരിക്കാതിരുന്നത് എന്താണ്? താൻ ഇന്ന് രചനയെ തള്ളി താഴെയിട്ടോ? ഓ, അപ്പം അതാണ് കാര്യമല്ലേ? അതെ, ഞാൻ അവളെ തള്ളി താഴെയിട്ട് വേണമെങ്കിൽ ഞാൻ അവളെ അടിക്കുകയും ചെയ്യും. ഇത് കേട്ട് നമ്മുടെ മഹേഷിന് കലി വന്ന് മഹേഷ് ഇഷിതയ്ക്ക് നേരെ കൈ ഉയർത്തുകയാണ് തല്ലാനായിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ ചിപ്പിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം. മഹേഷിന് ദേഷ്യം വന്ന് അവിടുന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ തന്നെ ആദ്യമായിട്ടാണല്ലോ മഹേഷ് തല്ലാനായിട്ട് കൈ ഉയർത്തിയത്. അപ്പോൾ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചിപ്പിയും ഇഷിതയും കൂടി കാറിൽ കയറി പോവാണ്. അപ്പോഴും രണ്ടുപേരും ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുമില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ ആദിയും അതേപോലെ തന്നെ ആകാശവും രചനയും വീട്ടിലെത്തി. ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. ഈ ആകാശിലാണ് അതിലേറെ സന്തോഷം. മഹേഷിനിട്ട് രണ്ട് പറയാനായിട്ട് കിട്ടിയ അവസരം പാഴായില്ലല്ലോ അതിനെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ ആദിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. മോനെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ ഏതായാലും മഹേഷിനിട്ടും അതേപോലെ തന്നെ ആ ഇഷിതയ്ക്കിട്ടും നല്ല രീതിയിൽ തന്നെയാണല്ലോ മറുപടി കൊടുത്തത്. അതിന് നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മോനെ. നീയാണ് ഞങ്ങളുടെ മകൻ. ഓ, താങ്ക് യു അങ്കളെ, താങ്ക് യു. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസം ആയിരുന്നില്ല അങ്കളെ? അതെ, മോൻ്റെ ദിവസം തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് നേരെ ആര് വിരൽ ചൂണ്ടിയാലും അതെനിക്കിഷ്ടാവില്ല. അവരോട് ഞാൻ കയറി തന്നെ സംസാരിക്കും. മനസ്സിലായല്ലോ? രചന, നിൻ്റെ മകൻ അവൻ അടിപൊളിയാ. അപ്പോൾ രചനയാണെങ്കിൽ ആദിയുടെ നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എൻ്റെ പുന്നാര മോനാ എന്ന് പറഞ്ഞുകൊണ്ട് അത് കയറി പോവാണ്. അതെ, നിനക്ക് കഴിക്കാൻ വല്ലതും വേണം? അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ. എൻ്റെ ഡാഡി പാവല്ലേ? ആദി, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, എൻ്റെ ഡാഡി പാവാ. അമ്മയല്ലേ എൻ്റെ ഡാഡിയെ ചതിച്ചത്? പറ, സത്യം പറ അമ്മേ. മോനെ ആദി, നീ എന്തിങ്ങനെയൊക്കെ പറയുന്നത്? ഭിതികട ആദി ചിരിച്ചുകൊണ്ട് പറയാ. അമ്മ പേടിച്ചു പോയല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞ അമ്മേ. അമ്മയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ ദേ വരുന്നു ആകാശ്. അപ്പോൾ ആകാശാണെങ്കിൽ, എൻ്റെ ആദി മോനെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിൻ്റെ ഡാഡിക്കിട്ട് നല്ല പണി തന്നെ കൊടുത്തല്ലോ. അതൊക്കെയായിരുന്നില്ല നിങ്ങളുടെ ആഗ്രഹം. എന്നെ വെച്ച് നിങ്ങൾ ഒരുപാട് കളിക്കുകയാണല്ലേ എൻ്റെ ഡാഡിക്ക് നേരെ. മോനെ, നിൻ്റെ ശത്രുവല്ലേ നിൻ്റെ ഡാഡി? എന്നെ ശത്രുവാക്കി മാറ്റിയതല്ലേ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എൻ്റെ ഡാഡിയെ ചതിച്ചതല്ലേ എന്ന് വിരൽ ചൂണ്ടി തന്നെ ആദ്യം അവിടെ സംസാരിക്കുക. അപ്പോൾ ആദിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും പേടിച്ചു പോയി. മോനെ ആദി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ? പക്ഷെ ഇല്ല, എൻ്റെ ഡാഡി എനിക്കെപ്പോഴും ശത്രു തന്നെയാണ്. അയാൾ എനിക്കൊരിക്കലും മിത്രമാകില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുവാണ് എൻ്റെ ഡാഡി. മഹേഷ്, അയാളോട് ഞാൻ അടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ ആകാശാണെങ്കിൽ, എൻ്റെ ദൈവമേ, ആദിയുടെ പെർഫോമൻസ് അത് അടിപൊളിയായിരുന്നു. അവനിട്ട് നല്ല കൊടുക്കാൻ പറ്റിയ സമയം തന്നെയായിരുന്നല്ലോ. പക്ഷേ രചനയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. എടോ, തനിക്ക് ഇതേപോലൊരു മകനെ കിട്ടിയതേ ഭാഗ്യം തന്നെയാ. അവൻ തനിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മുതിർന്നു വരും. ദേ കണ്ടോ. എങ്കിൽ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ ആകാശേ? ഉറങ്ങാനോ? ഇന്ന് ഉറങ്ങണോ?
പിന്നെ ഉറങ്ങാതെ? ഇന്നേതായാലും നമുക്ക് ഉറങ്ങണ്ടോ, നമുക്ക് അടിച്ചു പൊളിക്കാം, ഇന്ന് ആഘോഷിക്കാൻ പറ്റിയ സമയമല്ലേ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും തോളോട് തോളും ചേർത്തുകൊണ്ട് അങ്ങോട്ട് പോവുക. ഇതേ സമയം തന്നെ ചിപ്പിയാണെങ്കിൽ എന്തിനായിരിക്കും അമ്മയെ വഴക്ക് പറഞ്ഞത് ഡാഡി? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഡാഡിയുടെ ഭാഗത്ത് തന്നെയാണ് ഫോൾട്ട്. ഇന്ന് എൻ്റെ അമ്മയെ തല്ലാനായിട്ട് കൈയോർത്തിയിരിക്കുന്നു, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? എന്നാലും ഇവർ തമ്മിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ കൊച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുജി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ സുജി നോക്കുമ്പോൾ കൊച്ചവിടെ തനിയെ ഇങ്ങനെ ഇരിക്കുക. ആഹാ, അതെന്തേത്, ചിപ്പിമോള് തനിയെ ഇരിക്കുകയാണല്ലോ, ഇതെന്ത് പറ്റി? ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ? എന്തെങ്കിലും സങ്കടമുണ്ടോ? എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ സുജിയോട് പറ, സുജി എന്താണെങ്കിലും സോൾവ് ചെയ്ത് തരാം. ആണോ സുജി? എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും പിണക്കുക, അവരിഷ്ടത്തോടെയല്ല, അവരെപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ഏയ്, അത് ചിപ്പിമോൾക്ക് തോന്നിയതാ. ഇല്ല, തോന്നിയതല്ല. ഇന്നേ എൻ്റെ അമ്മയെ അടിക്കാനായിട്ട് അച്ഛൻ കൈ ഉയർത്തി. ആണോ? അങ്ങനെ ചെയ്തോ? അങ്ങനെയാണെങ്കിൽ അച്ഛനോട് നല്ല അടി കൊടുക്കുക. സുജി, ഞാൻ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴേ സുജിയുടെ ഒരു തമാശ അത് വേണ്ടട്ടോ. ഓ, അപ്പം ചിപ്പിമോള് സീരിയസ് ആണ്. പറ, ചിപ്പിമോളുടെ പ്രശ്നം എന്താണ്? ദേ, ഇതൊക്കെ തന്നെയാ പ്രശ്നം. എൻ്റെ അമ്മയും അച്ഛനും ഒട്ടും സ്നേഹിക്കുന്നില്ലെന്നേ ആര് പറഞ്ഞു? അവർക്ക് സ്നേഹമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇല്ല, അവർക്ക് സ്നേഹമില്ല. ഉണ്ടെന്നേ, ആകാശത്തിന് അത്രയും സ്നേഹമുണ്ട്. ആണോ? ഈ ആകാശം എന്തോരം ദൂരം വരും? നമുക്കത് കാണാൻ പറ്റില്ലല്ലോ. ഈ ആകാശം ഒത്തിരി ദൂരത്താണോ സുജി? അതെ, ഒത്തിരി ദൂരത്താണ്. അതേപോലെ തന്നെയാണ് ഇവരുടെ സ്നേഹം. അപ്പോൾ അതേ മഹേഷ് വരുന്നു. അപ്പോൾ മഹേഷ് സുജിയോട് പറയാണ്, ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഫംഗ്ഷനൊക്കെ, നിൻ്റെ സെറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താങ്ക് യു മഹേഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ നിന്ന് പോവാം. അപ്പോൾ ചിപ്പിയാണെങ്കിൽ വീണ്ടും കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. സുജി, എങ്ങനെയാണ് അവരുടെ പിണക്കമൊന്ന് മാറ്റുന്നത്? അവരുടെ പിണക്കം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണ്ടേ, എന്നാലല്ലേ ശരിയാവുള്ളൂ. ശരി, ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? അതായത് ഇവിടെ തെറ്റുകാരൻ ആരാണ്? അത് എൻ്റെ ഡാഡി തന്നെയാ. ഡാഡിയുടെ ഭാഗത്താണ് ഫോൾട്ട്, ഡാഡിയാണ് തെറ്റുകാരൻ. ആ, എങ്കിൽ ഡാഡിയോട് പറയണം മമ്മിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനായിട്ട്. ഗിഫ്റ്റോ? അതെ, ഗിഫ്റ്റ് തന്നെ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചിപ്പിമോള് വഴക്കിട്ടുന്നുണ്ടെങ്കിൽ ഡാഡി ഗിഫ്റ്റ് മേടിച്ചു തരാറില്ലേ? അതെ, മേടിച്ചു തരാറുണ്ട്. ടോയ്സും ചോക്ലേറ്റും ഒക്കെ മേടിച്ചു തരാറുണ്ട്. ആ, അതേപോലെയാണ് ഡാഡിയെ കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് മേടിപ്പിക്കണം. മേടിപ്പിച്ചിട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കാൻ പറയണം. അങ്ങനെ അവരുടെ ആ സൗന്ദര്യപ്പിണക്കം മാറൂന്നേ. സൗന്ദര്യപ്പിണക്കോ? അതെ, സൗന്ദര്യപ്പിണക്കം മാത്രമാണ്. ഈ സ്നേഹമുള്ളിടത്തെ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. അതേപോലെയാണ് ഇതും എന്ന് കരുതിയാൽ മതി ചിപ്പിമോളെ, നീ വാ എന്നും പറഞ്ഞ് ചിപ്പിയെ കൊണ്ട് പോവുകയാണ് സുജി. ഇതേ സമയം തന്നെ ഇഷിതയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. മഹേഷ് തല്ലാനുയർത്തിയ കൈ തല്ലാനുയർത്തിയല്ലോ, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇഷിത ഇവിടെ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നത്. മഹേഷിന് എന്തു പറയണമെന്ന് അറിയാൻ പാടില്ല, കാരണം താൻ കാണിച്ചത് വളരെയേറെ മോശമായി പോയെന്ന് മഹേഷിനറിയാം. അങ്ങനെ മഹേഷ് നമ്മുടെ ഇഷിതയുടെ അടുത്ത് വന്നിട്ട്, അത് പിന്നെ ഞാൻ വന്ന വഴിയേ സുജിയെ കണ്ടായിരുന്നു, സുജിയുടെ പ്രോഗ്രാമെല്ലാം അടിപൊളിയായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നേരിട്ട് തന്നെ കൺഗ്രാജുലേഷൻസും പറഞ്ഞായിരുന്നു. അല്ല, തനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അത് പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്നാണ് എനിക്ക് ദേഷ്യമൊക്കെ വരുന്നതേ. ആ ദേഷ്യം കൊണ്ടാണ് ഇന്ന് അവിടെ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിക്കി അങ്ങനെ സംസാരിക്കാം. ഇത് കേട്ട ഈഷിത കേൾക്കാൻ കൂടുതൽ നേരം അവിടെ നിന്നില്ല. അപ്പം തന്നെ അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. അപ്പോൾ മഹേഷിന് അത് വല്ലാത്തൊരു സങ്കടവും തോന്നി. അങ്ങനെ മഹേഷിൻ്റെ അടുത്തേക്ക് ചിപ്പി വരികയാണ്. ഡാഡി, എന്താ ഡാഡി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാഡി അമ്മയും പിണക്കമാണോ? പിണക്കോ? എന്ത് പിണക്കം? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഡാഡി സത്യം പറയോ? മോള് ചോദിക്കേ. അതെ, ഡാഡി എന്തിനാണ് അമ്മയെ തല്ലാനായിട്ട് കൈ ഉയർത്തിയത്? അയ്യോ, ഞാൻ തല്ലാനായിട്ട് കൈ ഉയർത്തിയില്ലല്ലോ. ദേ, നോണ പറയുന്നു ഡാഡി. ഡാഡി നോണ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മമ്മിയും ഡാഡിയും സ്നേഹിക്കുന്നുണ്ടോ? ആ, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും കള്ളത്തരം പറയുന്നു. നിങ്ങളുടെ ഇടയിലൊരു പ്രശ്നം ഉണ്ടായി, അത് നിങ്ങൾക്കിടയിലുണ്ടായ ഒരു സൗന്ദര്യപ്പിണക്കമാണ്. ആ സൗന്ദര്യപ്പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റണം. ഡാഡിയുടെ കയ്യിൽ തന്നെയാണ് ഫോൾട്ട്, അമ്മയുടെ കയ്യിലല്ല. അതുകൊണ്ട് എനിക്ക് ഡാഡിയുടെ ഭാഗത്ത് നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചിപ്പി മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഡാഡിയുടെ ഈ മോള് പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഡാഡി എന്ത് ചെയ്യും? പിണക്കം മാറ്റാനായിട്ട് ശ്രമിക്കും.
ചിലപ്പോൾ ചോക്ലേറ്റ് കൊണ്ടുതരും, അതല്ല വേറെന്ത് കൊണ്ടുതരും, ടോയ്സോ എന്തെങ്കിലുമൊക്കെ ആണല്ലേ. ഈ ടോയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗിഫ്റ്റായിട്ടല്ലേ കണക്ക് കൂട്ടുന്നത്? അതെ, ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഡാഡിയുടെ മകളായിട്ടാണ് അമ്മയെ കരുതിയാൽ മതി. അമ്മ പിണങ്ങിയിരിക്കുന്നു, അപ്പോൾ അമ്മയുടെ പിണക്കമൊക്കെ മാറ്റാനായിട്ട് ഡാഡി ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കുന്നു. അതാണ് വേണ്ടത് എന്ന് അവിടെ പറയുക. ഓ, അപ്പം ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കണമെന്നാണോ അപ്പം സംസാരിക്കുന്നത്? അതെ, ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്ത് അമ്മയുടെ പിണക്കം എത്രയും പെടുന്ന ഡാഡി മാറ്റിക്കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതിനൊരു കുറവും വേണ്ട. അങ്ങനെ നമ്മുടെ സ്വപ്നവലിയും അതേപോലെ തന്നെ സ്വപ്നവലിയുടെ മകളും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ദൈവമേ, എന്നാൽ ആദ്യം പിന്നെ ആ രചനയൊക്കെ പങ്കെടുക്കുന്ന ആ ഫംഗ്ഷനിൽ കൂടെ വരണ്ടെന്ന് പറഞ്ഞതാ ഈ ഇഷിതയോട്. പക്ഷേ അവളുടെ അനിയത്തിയാണ് ആ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തത്. ആ സമയത്ത് അവൾക്കൊരു ക്ഷണവും ഉണ്ടായിരുന്നു. അവൾ അവിടെ ചെല്ലുകയും ചെയ്തു. ഭാഗ്യത്തിന് ആദ്യം മനസ്സിലായില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് കേട്ട ഈ മകളാണെങ്കിൽ ഇതൊക്കെ വെറുതെ ആയിരിക്കും അമ്മേ, അവൾ മനഃപൂർവ്വം തന്നെയാണ് അവരുടെ അടുത്തേക്ക് പോയത്. അല്ലെങ്കിൽ എന്തിനാണ് ഈ സത്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത്? മഹേഷിൻ്റെ മൂത്ത മകനല്ലേ ആദി. അപ്പം ആദിയെക്കുറിച്ച് സത്യങ്ങൾ അവൾ തിരിച്ചറിയട്ടെ. അല്ല, തിരിച്ചറിയാഞ്ഞിട്ടല്ല, അവന് പേടിയാന്നേ. അവൾ പിണങ്ങി പോകുന്നുള്ളൊരു പേടിയാണ്. പിണങ്ങിപ്പോണെങ്കിൽ പോട്ടെ അമ്മേ, അതിനിപ്പോൾ എന്താ? അത്ര അഹങ്കാരമാണെങ്കിൽ അവൾ പിണങ്ങി പോട്ടേന്നേ, നമുക്ക് അവളെ പിടിച്ചു നിർത്തേണ്ട യാതൊരു കാര്യമില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതല്ല, ഏതായാലും മഹേഷിനൊരു ആൺതരി വേണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടാം ഭാര്യയ്ക്ക് പ്രസവിക്കാനായിട്ട് കഴിയില്ലല്ലോ. അങ്ങനെ പറയുന്ന സമയത്തായിരുന്നു ഇഷിത അങ്ങോട്ട് വന്നത്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കാകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. ഇഷിത ഉടനെ തന്നെ റൂമിലേക്ക് കയറി പോരുന്ന ഭയങ്കര കരച്ചിൽ. അപ്പോൾ സ്വപ്നവല്ലിക്ക് ആകെ ടെൻഷനായി. ദൈവമേ, പറയണ്ടായിരുന്നല്ലേ, പാവം. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ മഹേഷിനൊരു ആൺതരി വേണമല്ലോ, എന്നാലല്ലേ ഈ മോളാണെങ്കിൽ കെട്ടിപ്പോവും. പക്ഷേ ആൺപിള്ളേരാണെങ്കിൽ കൂടെ ഉണ്ടാകുമല്ലോ, അതൊക്കെ ആലോചിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വളരെയേറെ മോശമായി പോയല്ലേ? അമ്മ പറഞ്ഞതൊന്നും മോശമൊന്നും അല്ല, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അമ്മ ഇങ്ങനെ തരംതാണ് കൊടുക്കല്ലേ അമ്മേ? അതാണ് അവളിങ്ങനെ തലയിൽ കയറി നിൽക്കുന്നത്. അവളോട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ബോധിപ്പിക്കുന്ന നല്ലതാ. അല്ലെങ്കിൽ അമ്മ ഈ വെറും കൊള്ളാത്തവളായിട്ട് അവൾ കരുതുള്ളൂ. ഓ, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാ. എങ്കിൽ പിന്നെ പ്രസവിക്കാത്തവൾ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കാല്ലേ? അവൾക്ക് ദേഷ്യം കയറട്ടെ. ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അവൾ തിരിച്ചറിയട്ടെ അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതേ സമയം തന്നെ ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിപ്പി അങ്ങോട്ട് ചെല്ലുക. എന്താ അമ്മ എന്താ കരഞ്ഞത്? കരയാനോ? ഞാൻ കരഞ്ഞൊന്നുമില്ല. മോൾക്ക് കുറേ പഠിക്കാനൊക്കെ ഇല്ലേ അമ്മ കരഞ്ഞു? ഇല്ലെന്നേ, എനിക്കങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലെന്നേ, മോള് സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗെയിൻ. ബൈ.